കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ. ഇന്ന് സെപ്റ്റംബർ 8. ആഗോള കത്തോലിക്ക സഭ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന സുദിനം. 170 രചിക്കപ്പെട്ട യാക്കോബിന്റെ സുവിശേഷങ്ങളിൽ നിന്നുമാണ് പരിശുദ്ധ മറിയത്തിന്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിവായിട്ടുള്ളത്. ഇതിലെ വിവരങ്ങൾ അനുസരിച്ച് അക്കാലത്ത് ഏറെ ബഹുമാനിക്കപ്പെട്ടിരുന്ന ജോവാക്കിമിനും അദ്ദേഹത്തിന്റെ പത്നിയായിരുന്ന അന്നായ്ക്കും വർഷങ്ങളായി കുട്ടികൾ ഇല്ലായിരുന്നു. മക്കൾ ജനിക്കാത്തതുകൊണ്ട് ദൈവത്തിന്റെ ഒരു ശിക്ഷ എന്ന നിലയിലായിരുന്നു അവർ ഇതിനെ കണ്ടിരുന്നത്. വർഷങ്ങൾ നീണ്ട അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി മറിയം ജനിച്ചു. ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വിശുദ്ധിയുള്ളവളും എല്ലാ മനുഷ്യരുടെയും ആത്മീയ മാതാവുമായ കന്യകാമറിയം ലോകരക്ഷകന്റെ അമ്മയാകുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജനിച്ചത്. അവളുടെ മകന്റെ അനന്തമായ യോഗ്യതകൾ കാരണം അവൾ തന്റെ മാതാവിന്റെ ഉദരത്തിൽ ഭ്രൂണമായതും ജനിച്ചു വീണതും പരിപൂർണ അമലോത്ഭവയും ദൈവാനുഗ്രഹവും നിറഞ്ഞവളുമായിട്ടാണ്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അവളിലൂടെ സകല മനുഷ്യർക്കും എല്ലാ കൃപാവരങ്ങളും ലഭിക്കപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ ഇഷ്ടപ്രകാരം അവളിലൂടെ അവിശ്വാസികളായിട്ടുള്ളവർക്ക് വിശ്വാസവും ക്ലേശിതർക്ക് ആശ്വാസവും ലഭിക്കപ്പെടുന്നു. കൂടാതെ ക്രിസ്തുവിന്റെ അനുയായികളായ നമുക്ക് കർത്താവിന്റെ മാതൃകയിൽ വളരുവാനുള്ള കൃപാവരവും ലഭിക്കുന്നു. എല്ലാ മാനുഷിക ഭാവങ്ങളും പരിശുദ്ധ മറിയത്തിൽ വിളങ്ങുന്നു. പുരാതന കാലം മുതലേ തിരുസഭ അനുവർത്തിക്കുന്നത് പോലെ അവളുടെ ജനന തിരുനാളിൽ നമ്മളും ആഹ്ലാദിക്കുന്നു. തിരുസഭയുടെ ദിനസൂചികയിൽ ആഘോഷിക്കപ്പെടുന്ന മുൻ ജന്മദിനങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ മാതാവിന്റെ ജന്മദിനം, ക്രിസ്തുവിന്റെ ജന്മദിനം, സ്നാപക യോഹന്നാന്റെ ജന്മദിനം, പരിശുദ്ധ മറിയത്തിന്റെ ജന്മദിനം എന്നിവയാണ് ആ 3 ജന്മദിനങ്ങൾ. ഇവർ 3 പേരും ജന്മപാപമില്ലാതെ ജനിച്ചവരാണ്. മറിയവും യേശുവും ഗർഭത്തിൽ ഉരുവായത് തന്നെ ജന്മപാപമില്ലാത്തവരായിട്ടായിരുന്നു. എന്നാൽ വിശുദ്ധ സ്നാപക യോഹന്നാൻ തന്റെ മാതാവിന്റെ ഉദരത്തിൽ ഭ്രൂണമായിരിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തിന്റെ സന്ദർശനത്താൽ ജന്മപാപത്തിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടു. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ആദ്യ കിരണം എന്ന നിലയിലാണ് പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാളിനെ നാം കൊണ്ടാടുന്നത്. മനുഷ്യവംശത്തിന്റെ രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധ മാതാവിന് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. മാത്രമല്ല, ദൈവം തന്റെ സൃഷ്ടികൾക്ക് നൽകിയിട്ടുള്ളതിൽ ഏറ്റവും ഉന്നതമായ ദൗത്യമാണ് പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിട്ടുള്ളത്. അതിനാൽ പരിശുദ്ധ ദൈവമാതാവ് നമ്മുടെയും അമ്മയായതിൽ നമുക്കും ആഹ്ലാദിക്കാം. പരിശുദ്ധ മാതാവിന്റെ ലുത്തിനിയായിൽ അവൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ വിശേഷണമായ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ എന്ന് നമുക്ക് അമ്മയെ വിളിക്കാം.